ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നമിന്റെ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഡൗട്ടായിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. CGL 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എങ്ങനെ ഇത് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഡൗട്ടായിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലെ എല്ലാ ക്ലാസ്സുകളും കണ്ടു എന്ന് ഉറപ്പുവരുത്തുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സിലായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ ഇറ്റ് വാസ് നോട്ടഡ് ദാറ്റ് the price of raw materials has increased by 25% and the labor cost has gone up from 30% of cost of raw material to 38% of the cost of raw material. What percentage of the consumption of raw material be reduced to keep the cost the same as that of before the increase? അപ്പോൾ ഇവിടെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഇട്ടു, അതിൻ്റെ എക്സാം നെയിം ഇട്ടു, ഓപ്ഷൻ ഇട്ടു. ഇങ്ങനെയായിരിക്കണം നിങ്ങളൊരു ക്വസ്റ്റ്യൻ ഡൗട്ടായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും മെയിൽ അയച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. നിങ്ങൾ അത് ഗൂഗിൾ ലെൻസ് വഴി സ്കാൻ ചെയ്ത്, ഇപ്പോൾ നേരത്തെ ക്ലാസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക, സ്കാൻ ചെയ്ത് എവിടെ ഇടുക, നമ്മുടെ പുതിയ വീഡിയോയുടെ കമൻറ്റിൽ പുതിയ കമൻ്റ് ആയിട്ട് ഇടുക. ഒന്നിൻ്റെ റിപ്ലൈ ആയിട്ട് എഴുതി എനിക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് സമയം കിട്ടുന്ന രീതിയിൽ ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുന്നു പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽ. ഇപ്പോൾ പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽ എന്താ ചെയ്യുന്നത്, 25% ഇൻക്രീസ് ചെയ്തു. ഇപ്പോൾ പെർസെൻറ്റേജിൻ്റെ ഫുൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടവർക്ക് ഈ പെർസെൻറ്റേജ് ഇൻക്രീസ് ഒക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. കാണാത്തവർ പോയി കാണുക. 11.5 മണിക്കൂറിൻ്റെ ക്ലാസ്, ഒറ്റ സിംഗിൾ ക്ലാസ്, അല്ലെങ്കിൽ ഏകലവ്യ ബാച്ചിൽ ഫുൾ ക്ലാസ് ഉണ്ട്. അപ്പോൾ പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽ എന്താ ചെയ്യുന്നത്, 25% കൂടി. അതായത് 25% 1/4 ആണ്. അതായത് 4 ഉണ്ടെങ്കിൽ ഇപ്പോൾ എത്രയായി, 5 ഞാൻ കാൽക്കുലേഷൻ എളുപ്പത്തിന് നിങ്ങൾക്ക് 40, 50 എടുക്കുക, അവിടെ നിൽക്കട്ടെ. ലേബർ കോസ്റ്റ്, ഇത് എന്താണ്, കോസ്റ്റ് എന്നാണ്, ടോട്ടൽ കോസ്റ്റിൽ വരുന്ന കാര്യമാണ് ലേബർ കോസ്റ്റ്. ഇത് എന്താണ്, ടോട്ടൽ കോസ്റ്റ് എന്നാണ്, അല്ലെങ്കിൽ പ്രൈസ് എന്നാണ്. ലേബർ കോസ്റ്റ് എന്താ, 30% ഓഫ് ദ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ. അപ്പോൾ ഞാനിവിടെ ഇതിന്റെ പെർസെൻറ്റേജ് എടുക്കുന്നുണ്ടോ, ഞാനിത് 40, 50 എടുക്കുന്നു. അപ്പോൾ ലേബർ കോസ്റ്റ് എന്താ സംഭവിച്ചത്, 30% ഓഫ് ദ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ. ഇപ്പോൾ റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് ആദ്യത്തെ പ്രൈസ് ആണിത്, ഇപ്പോഴത്തെ പ്രൈസ് ആണിത്. 30% ഓഫ് ദ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ. ഇതിന്റെ 30% 10% 4 30% എത്രയാണ്, 12 ആണ്. അപ്പോൾ 12 നിന്നും എന്തായി, 38% ഓഫ് ദ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ. അതായത് നേരത്തെ ഉണ്ടായിരുന്ന റോ മെറ്റീരിയലിന്റെ കോസ്റ്റിന്റെ 30% നിന്നും പിന്നെ എത്രയാണോ റോ മെറ്റീരിയലിന്റെ കോസ്റ്റ്, ഇതാണ് എല്ലാവർക്കും ഡൗട്ട് വരുന്നത്. പിന്നെ എത്രയാണോ റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് ആയത് അതിന്റെ 38%. അപ്പോൾ ഇതിന്റെ 38% എന്ന് പറഞ്ഞാൽ 50ന്റെ 38% എന്ന് പറയുന്നതും 38ന്റെ 50% എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. A% ഓഫ് ബി എന്ന് പറഞ്ഞാൽ B% ഓഫ് എ തന്നെയാണ്. പെർസെൻറ്റേജിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 50ന്റെ 38% എത്രയാണ്, 19, അല്ലെങ്കിൽ 38ന്റെ 50%. 19 മാറി, 12 19 മാറി. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ടോട്ടൽ കോസ്റ്റിലുള്ള ചേഞ്ച് എത്രയാണ്, 40, 12, 52 എന്ന കോസ്റ്റിൽ കിടന്ന സാധനം ഇപ്പോൾ എത്രയായി, 69. ഇതാണ് ടോട്ടൽ കോസ്റ്റിന്റെ ചേഞ്ച്. ഇതാണ് പലവർക്കും തെറ്റുന്നത്, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറിലുള്ള ചേഞ്ച് അതാണിത്. അപ്പോൾ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ കീപ് ദ കോസ്റ്റ് ആസ് സെയിം ആസ് ദാറ്റ് ബിഫോർ ഇൻക്രീസ്. ഇപ്പോൾ കോസ്റ്റ് സെയിം ആയിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ സെയിം ആവണമെങ്കിൽ നമ്മുടെ പ്രൈസും കൺസപ്ഷൻ എന്തായിരിക്കണം, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കണം. അപ്പോൾ കൺസപ്ഷൻ റേഷ്യോ എന്തായിരിക്കും ഇവിടെ, കൺസപ്ഷൻ വാട്ട് പെർസെന്റ് ഓഫ് ദ കൺസപ്ഷൻ ഓഫ് റോ മെറ്റീരിയൽ. അപ്പോൾ പ്രൈസ് ഇങ്ങനെ കൂടിയത്, 52 വേണ്ടുന്ന സ്ഥലത്ത് ഇപ്പോൾ എത്ര, നേരത്തെ ഉള്ള ക്വാണ്ടിറ്റി 52 മേടിച്ചിരുന്ന സാധനം കിട്ടണമെങ്കിൽ ഇപ്പോൾ എത്ര രൂപ കൊടുക്കണം, 69 കൊടുക്കണം. നമ്മുടെ കയ്യിൽ 69 കൊടുക്കാറില്ല, 52 കൊടുക്കാവുള്ളൂ എന്നുണ്ടെങ്കിൽ കൺസപ്ഷൻ എന്ത് ചെയ്യണം, 17 യൂണിറ്റ് കുറയ്ക്കണം. അപ്പോൾ ഇത് തന്നെയാണ് കൺസപ്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, 69 എന്താവണം, 52 ആവണം. എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് കോസ്റ്റും കൺസപ്ഷനും എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. പെർസെൻറ്റേജ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 17 കുറയ്ക്കേണ്ടത് എത്രയിൽ നിന്നും, 69 നിന്നും. കാര്യം 69 ആയിരുന്നു, 69ന്റെ സാധനം നമുക്ക് വേണം, പക്ഷേ 52 വാങ്ങാനുള്ള പൈസയെ നമ്മുടെ കയ്യിലുള്ളൂ. 17 കുറയ്ക്കണം 69. ഇപ്പോൾ ഇത് 68 ആയിരുന്നെങ്കിൽ 1/4 വന്നേനെ, 25% വന്നേനെ. അപ്പോൾ ഡിനോമിനേറ്റർ കൂടുമ്പോൾ ന്യൂമറേറ്ററിന്റെ വാല്യൂ എന്ത് ചെയ്യും, കുറയും. ഇപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 25% ജസ്റ്റ് കുറവ്, അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. 25% ജസ്റ്റ് കുറവുള്ള ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ സി. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, വേറെ കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട. കാര്യം 25 കൂടുതലാണ്, 25 ഒരുപാട് കുറവാണ്. 25 ജസ്റ്റ് കുറവുള്ള ഓപ്ഷൻ ഉണ്ട്, 24.6, ഓപ്ഷൻ സി ആൻസർ കൊടുക്കാം. ഇനി ഇത് എക്സാമിന് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യണം, 25% കൂടി, 4 5 40 50 30%, 12 എത്രയായി, 19 ഇതിന്റെ 38%. ഇപ്പോൾ എത്ര, 52 69. കൺസപ്ഷൻ റേഷ്യോ എന്ത് ചെയ്യും, 62 59, 17 കുറയും 69, 68 1/4 25%. ജസ്റ്റ് കുറവ്. അടിയിൽ കൂടുമ്പോൾ എന്ത് ചെയ്യും, മേലിലെ വാല്യൂ കൂടും. അപ്പോൾ ഇത്രയും തന്നെ എഴുതി നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഈ വീഡിയോയുടെ ടൈറ്റിലിൽ ഈ ക്വസ്റ്റ്യൻ്റെ ഇതായിരിക്കും ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ സെർച്ച് ചെയ്യുമ്പോൾ. ഇപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ചെയ്താലും അത് നമ്മുടെ മലയാളത്തിൽ ഒരു ചാനലിൽ അതിനകത്ത് എല്ലാ സൊല്യൂഷനും കിടക്കുന്ന രീതിയിൽ എന്ത് ചെയ്യും, ഞാൻ സെറ്റ് ചെയ്യും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെറിയ ഷോർട്ട് വീഡിയോസ്, ഇങ്ങനെ ചെറിയ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡൗട്ട് നോക്കിയാലും, സാധാരണ ഹിന്ദി ചാനലായിരിക്കും കിടക്കുന്നത്, അത് നമ്മുടെ മലയാളത്തിൽ എല്ലാ ക്വസ്റ്റ്യൻ്റെ ഒരു കളക്ഷൻ കൊണ്ട്
കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യനായിട്ട് കാണാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇടുന്നവർ ഇത് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ വേണം, എക്സാം നെയിം വേണം. അത് ഓതന്റിസിറ്റിക്ക് വേണ്ടിയാണ്. എക്സാം നെയിം വേണം. വെറുതെ ഉള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് തെറ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, സമയം വേസ്റ്റ് ആവും. പിന്നെ ഓപ്ഷൻ കൂടി ഇടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.